ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. പണ്ട് പുരുഷാരം യെരുശലേമിൽ ആർത്തു വിളിച്ചു. വചനം പറയുന്നു, അവരുടെ നിലവിളി ഫലിച്ചു. ആരാണ് ഈ ബറബാസ്? ജനത്തിൻ്റെ ഇടയിൽ കലഹമുണ്ടാക്കി ജനത്തെ കൊന്നുകളഞ്ഞ് കുറ്റകൃത്യം ചെയ്ത് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ. ഇനി ആരാണ് യേശു? നന്മ മാത്രം ചെയ്ത് ചുറ്റി സഞ്ചരിച്ച നീതിമാനായ ഒരു മനുഷ്യൻ. ഭൂതങ്ങളെ പുറത്താക്കി ജനത്തെ സ്വതന്ത്രമാക്കി, മുടന്തരെ നടക്കുമാറാക്കി, കുരുടരെ കാണുമാറാക്കി, ചെകിടരെ കേൾക്കുമാറാക്കി, വിശന്നിരിക്കുന്നവർക്ക് അപ്പം കൊടുത്ത് നന്മ മാത്രം ചെയ്ത് ചുറ്റി സഞ്ചരിച്ച യേശു. അവരുടെ നിലവിളി ഫലിച്ചു. അതെ, യേശുവിനെ ക്രൂശിച്ചു, ബറബാസിനെ വിട്ടുകൊടുത്തു. അങ്ങനെ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്തുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ച ആചരിച്ച്, പെസഹ ആചരിച്ചും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഈസ്റ്റർ എന്ന പേരിൽ ആചരിച്ച് നിൽക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തെ മറന്നു കളയാതെ ഇന്ത്യൻ ഭരണകൂടം അവർക്കൊരു ഈസ്റ്റർ സമ്മാനം കൊടുത്തു. എന്താണെന്ന് കാണണ്ടേ? കാണിക്കാം. മഹേന്ദ്ര ഹെബ്രാമിന്റെ ഈ കൊലപാതകത്തിൽ പങ്കാളിയായ മറ്റൊരു ബജ്രംഗ് ദൾ പ്രവർത്തകന്റെ മോചനം വാർത്തയാകുന്നത്. അതും ഒഡീഷയിൽ BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ഈ രീതിയിൽ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും നല്ല നടപ്പിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതും പിന്നീട് അനുബന്ധ നിയമ നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തേക്ക് വിടുന്നതും. ഈ മഹേന്ദ്ര ഹെബ്രാമിനെ 9 ഡിസംബർ 1999 പിടികൂടുന്നത്. 26 വർഷത്തെ തടവ് കഴിഞ്ഞാണ് ഹെബ്രാം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ വിവാദമാകുന്നത് ഈ ശിക്ഷായിളവ് മാത്രമല്ല, പുറത്തേക്കിറങ്ങുന്ന മഹേന്ദ്ര ഹെബ്രാമിനെ പൂമാല അണിഞ്ഞാണ് ജയിൽ അധികൃതർ ഈ കൊടും കുറ്റവാളിയെ യാത്രയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് BJP സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടാനുള്ളത്? വലിയ സംഭാവനയാണ് കിട്ടിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പൂമാല അണിഞ്ഞില്ലെങ്കിലും ശരിക്കും മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കാറുണ്ട്. എന്നാൽ ഇത് ശരിക്കുള്ള മാനസാന്തരമാണോ എന്ന് കാത്തിരുന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. ഇനി ആരാണ് മഹേന്ദ്ര ഹെബ്രാം എന്ന് അറിയാൻ വയ്യാത്തവർക്കായി ഒന്ന് പരിചയപ്പെടുത്താം. 26 വർഷം മുൻപ് രാജ്യം കേട്ട കൊലപാതകമായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രഹാം സ്റ്റെയിൻസിന്റെയും 2 മക്കളെയും ജീവനോടെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ വാർത്ത. അദ്ദേഹത്തെയും 10 വയസ്സുള്ള മകൻ ഫിലിപ്പിനെയും 6 വയസ്സുള്ള മകൻ തിമോത്തിയെയും കൊലപ്പെടുത്തുകയായിരുന്നു. യാത്രക്കിടെ ക്ഷീണം കാരണം ക്യോഞ്ചർ ജില്ലയിലെ മനോഹർപൂർ മേഖലയിൽ രാത്രി സഞ്ചരിച്ച ജീപ്പ് നിർത്തിയിട്ട് മൂവരും കിടന്നുറങ്ങുകയായിരുന്നു. ബജ്രംഗ് ദൾ നേതാവ് ധാരാ സിംഗും ഇപ്പോൾ ശിക്ഷാ ഇളവ് നൽകി പുറത്തുവിട്ട മഹേന്ദ്ര ഹെബ്രാമും ഒപ്പം വലിയൊരു അക്രമി സംഘവും ഈ ജീപ്പ് ആക്രമിച്ച് തീ കൊളുത്തുകയായിരുന്നു. 3 ജീവനുകളാണ് 99 ജനുവരി 23 രാത്രി ആ ജീപ്പിനുള്ളിൽ വെന്തു മരിച്ചത്. ഇനിയും യേശുവിനെ പോലെ ചുറ്റി സഞ്ചരിച്ച് നന്മ ചെയ്ത് ഗ്രഹാം സ്റ്റെയിൻ ആരായിരുന്നു? ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. അദ്ദേഹം കുഷ്ഠ രോഗികളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ, അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ വനമേഖലയിൽ ആദിവാസി ഗ്രാമങ്ങളിൽ നീണ്ട 65 ഇന്ത്യയിൽ വരുന്നു, 99 വരെ നീണ്ട 30 വർഷത്തോളം കാലയളവ് ഇന്ത്യയിൽ തന്റെ സേവനം വിനിയോഗിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. യേശുവിനെ കൊന്നുകളയാൻ ഒരേ ഒരു കാരണം അസൂയ നിമിത്തമായിരുന്നു. സകല ജനവും അവൻ്റെ പിന്നാലെയായിപ്പോയി. അവന് സകലതും സാധിക്കുന്നു, നമുക്ക് ഇതൊന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞു അസൂയ നിമിത്തമാണ് യേശുവിനെ കൊന്നുകളഞ്ഞത്. ഇന്നും അതേ ചരിത്രം ഇത് ആവർത്തിക്കപ്പെടുന്നു. അന്നും ഇന്നും BJP പറയുന്നത് ഈ ക്രിസ്ത്യൻ മിഷണറിമാര് മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് എല്ലാ കാലത്തും എപ്പോഴും സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്ന ഒരു വാദമാണ് മതപരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ആ മതപരിവർത്തന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഈ സാധുവായ ഈ മനുഷ്യനെയും അയാളുടെ കുഞ്ഞുങ്ങളെയും ഇവർ ചുട്ടരിച്ചത്. 1-ാം പ്രതിയായ ധാരാ സിംഗിനെയും ഈ ഹെബ്രാമിനെയും തുറന്നുവിടണമെന്ന് പറഞ്ഞ് അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തു. ഈ മനോഹർപൂർ ഉൾപ്പെടുന്ന പ്രദേശത്തെ MLA ആയിരുന്ന ഇപ്പോഴത്തെ ഒഡീസ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചിയാണ് അതിനന്ന് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ 2-ാം പ്രതിയെ തുറന്നുവിട്ടു. ഈ ലോകത്തിന്റെ നീതി പാലകർ നമുക്ക് നീതി നടപ്പാക്കുന്നില്ലയോ എന്ന് ഒരുപക്ഷെ നാം സംശയിച്ചേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു, രക്തസാക്ഷികളായവർ സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവത്തോട് ചോദിക്കുന്നു, ഞങ്ങളെ കൊന്നുകളഞ്ഞവരോട് ദൈവമേ നീ രക്തപ്രതികാരം ചെയ്യുകയില്ലയോ? എന്നാൽ ദൈവത്തിന്റെ മറുപടി, നിങ്ങളെപ്പോലെ രക്തസാക്ഷികളായി തീരുവാനുള്ളവരുടെ എണ്ണം തികയ്ക്കുവാനുണ്ട്. അതിനായി ദൈവം കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തേക്ക് ഇനിയും ഒരു ഈസ്റ്റർ സമ്മാനം പ്രതീക്ഷിക്കുവാൻ നമുക്ക് വകയുണ്ട്. എന്താണെന്നല്ലേ? 1-ാം പ്രതിയും പുറത്തു വരാനാണ് സാധ്യത. കാരണം അത് ശക്തമായിട്ട് തന്നെ അവർ BJPയുടെ അജണ്ടകളിലൊന്നാണ് അയാളെ തുറന്നുവിടുക എന്നുള്ളത്. കാരണം ഇപ്പോൾ തുറന്നുവിടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇയാൾ തന്നെ പല കൊലക്കേസുകളിലും പ്രതിയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് തൽക്കാലം ഒന്ന് അറച്ചു നിൽക്കുക. 3-4 കൊലക്കേസുകളിൽ അയാൾ പ്രതിയായതുകൊണ്ടാണ്. BJP അവരുടെ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല. കേരളത്തിൽ അത് തന്നെയാണ് നിലപാട്. വോട്ടിന് വേണ്ടി ഇവരെ പ്രീണിപ്പിക്കുന്നു, ഇവരതിന് വഴങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത്. കേരളത്തിലെ ബിഷപ്സ്
വളരെ കൃത്യമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വന്നു. അതിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത വ്യക്തി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ചക്കാലക്കലാണ്. അദ്ദേഹം പറഞ്ഞു, സാത്താനുമായിട്ട് കൂട്ടുചേരരുത്. ഇന്ന് ഭാരതത്തിൽ മതസ്വാതന്ത്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, നമ്മുടെ ഓരോ ഭാരതീയന്റെയും റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 25 അതാ പറയുന്നത്. ഇന്ന് ക്രിസ്ത്യാനിയായിരിക്കുന്ന എനിക്ക് നാളെ ഹിന്ദുവോ മുസ്ലിമോ ആകാനുള്ള അവകാശമുണ്ട്. ഇന്ന് മുസ്ലിം ആയിരിക്കുന്ന ഒരാൾക്ക് നാളെ ഹിന്ദുവോ ക്രിസ്ത്യാനിയാകാം, അല്ലെങ്കിൽ മതം ഒന്നുമില്ലാതെ ജീവിക്കാം. ഇതാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഭാരതത്തിൽ 12 സ്റ്റേറ്റുകളിൽ ആന്റി കൺവേർഷൻ ലോ ഉണ്ട്. ആന്റി കൺവേർഷൻ ലോയിലൂടെ എന്താ അവർ ലക്ഷ്യം വെക്കുന്നത്? ഇന്ന് ഹിന്ദുവായി ജനിക്കുന്നവൻ മരണം വരെ എങ്ങനെ തന്നെ ജീവിക്കണം? ഹിന്ദുവായിട്ട് ജീവിക്കണം. ഇവിടെ ഒരു സാമുദായിക വിഭജനം ഉണ്ടാക്കി മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കി അങ്ങനെ അതിൽ നിന്ന് നേട്ടം കൊയ്യാനാണ് ഇവിടുത്തെ സംഘപരിവാർ അജണ്ട. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ടൂൾ വിഭജന രാഷ്ട്രീയമാണ്, വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ഇതൊരു പല സ്ഥലത്ത് ഉപയോഗിച്ച് വിജയിച്ച ഒരു രീതിയാണ്. ആ ഒരു ടൂളുമായിട്ടാണ് അവർ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്.